എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഫ്രണ്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാണ്. വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നൊരു വീഡിയോയാണ്. ദയവ് ചെയ്ത് എല്ലാവരും, പ്രധാനമായും വിവാഹം കഴിച്ചവർ, ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യണം. വളരെ സന്തോഷമാണ്. കാരണം നമുക്കറിയാം, ഒരു ഭാഗത്ത് യാതൊരു സമാധാന ശ്രമവും പാലിക്കാതെയും ഉള്ളൊരു യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർ മരണപ്പെടുന്നു, ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു, പല സ്ഥാപനങ്ങളും പൂട്ടപ്പെടുന്നു, നിശ്ചലമാകുന്നു. ഇങ്ങനെയാണെങ്കിലും സന്തോഷത്തിനുള്ളൊരു വകയുള്ളത്, ഏറെ നാളുകളായി ഈ കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ ഓരോ വീട്ടമ്മമാർക്കും നല്ലൊരു സമയം ഇപ്പോഴാണ്. അവർ ഇന്നലകൾ ചെയ്ത ആ കർമ്മങ്ങൾക്ക് ഒരു നന്ദി വാക്ക് ആരും പറഞ്ഞിരുന്നില്ല. അത് സാധിക്കുന്ന ഒരു ഘട്ടമായിരുന്നില്ല. മറിച്ച് ഇപ്പോൾ സംഗതി ആകെ തിരിഞ്ഞു. കാരണം യുദ്ധം തുടങ്ങിയതിന് ശേഷം ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും അടുത്തുള്ള ഓരോ തട്ടുകടകളും റെസ്റ്റോറൻറ്റുകളും സ്തംഭിക്കുകയാണ്. കാരണം അവർക്ക് പാചകവാതകം കിട്ടുന്നില്ല. അപ്പോൾ പരിമിതമായ സമയത്ത് മാത്രം പ്രവർത്തിക്കുന്ന രീതിയിൽ ആയിക്കഴിഞ്ഞു. ഇതുമൂലം സംഭവിച്ചത്, രാവിലെ ഉണർന്ന് ഏതെങ്കിലും കാരണവശാൽ ഒരു മിനിറ്റൊന്ന് വൈകിയാൽ ഭാര്യയുമായി വഴക്കടിച്ച് അപ്പം തന്നെ അടുത്ത കടയിൽ പോയി ചായ കുടിക്കും. അതിപ്പോഴില്ല. കാരണം അവിടെ ചായ കിട്ടില്ല. അത് കാരണം വൈഫിനോട് കൊടുക്കുന്ന ചായ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. എന്നോട് എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞു, നിവൃത്തിയില്ല, വൈഫ് തരുന്ന ചായക്ക് വേണ്ടി കാത്തിരിക്കും. അപ്പം ഞാൻ എന്താണ്, മറ്റാണെങ്കിൽ വൈകിയ കുഴപ്പമില്ല, നമുക്ക് ഒരു ചായ കുടിച്ചുകൂടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതില്ല. അപ്പോൾ ഈ ഭാര്യ ഈ ചായ തരുമ്പോൾ വൈകുമ്പോൾ നിങ്ങളിപ്പോൾ വഴക്ക് പറഞ്ഞത്, അതൊക്കെ അങ്ങോട്ട് നിർത്തി. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നു, ചില ഭാര്യകൾ സാധിച്ചാൽ ശകലം കൂടെ വൈകിപ്പിക്കണം. കാരണം ഇവർ നിങ്ങൾക്ക് ഒത്തിരി പാരപണിതാണ്. യഥാർത്ഥത്തിൽ ഈ ഭാര്യമാരും അമ്മമാരും ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സല്യൂട്ട് ചെയ്യേണ്ടത് ആർക്കാണെന്നറിയുമോ? ഇസ്രയേലിനും ഇറാനും അമേരിക്കയ്ക്കും. കാര്യം അവിടുത്തെ നേതാക്കന്മാരാണ് യുദ്ധം തുടങ്ങി വെച്ചത്. ആ യുദ്ധം തുടങ്ങിയ കാരണം ഭാര്യയുടെ വില എന്താണെന്ന് ഭർത്താക്കന്മാർക്ക് മനസ്സിലായി. എന്തൊക്കെ കാര്യങ്ങൾ അത്യാവശ്യം വേണ്ടെന്ന് വളരെ സീരിയസ് ആയിട്ട് എത്ര ഈ ഫുഡ് വേസ്റ്റാണ് ഓരോ ഫ്ലാറ്റുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നത്. ഈ ജാനിറ്റേഴ്സ് അവർ വരുമ്പോൾ, ഈ കോർപ്പറേഷൻ പണിക്കാർ വരുമ്പോൾ ചോദിച്ചാൽ മനസ്സിലാകും, ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉണ്ടാകുന്ന ഫുഡ് വേസ്റ്റേജാണ്. വേസ്റ്റാക്കി കളയുക. പക്ഷെ അവിടങ്ങളെല്ലാം ഇപ്പോൾ ഏതാണ്ട് എന്തെല്ലാം സ്തംഭിച്ചാൽ ആവശ്യത്തിന് മാത്രം പാചകം ചെയ്യുന്ന അവസ്ഥയിലെത്തി. കാരണം ഗ്യാസിൻ്റെ ലഭ്യത, ആഹാരം കഴിക്കാൻ പറ്റില്ല. പിന്നെ പലരും പഴയ തറവാടിലോട്ടൊക്കെ പോയി നോക്കാറുണ്ട്. കാരണം അവിടെ നിന്ന് എന്തെങ്കിലും വിറകുകൾ ശേഖരിക്കണം, അല്ലെങ്കിൽ വല്ല പഴവർഗ്ഗങ്ങൾ ശേഖരിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും കാണില്ല. അപ്പോൾ ആകെ ഒരു കലങ്ങി മറിഞ്ഞ ഒരവസ്ഥയാണ്. ടൂറിന് പോണവർ അവരുടെ ട്രിപ്പ് കുറച്ചു. മുൻപ് ഒരു 5 മിനിറ്റ് നടന്ന് പോയി വരാനുള്ള സമയം അവർ നടക്കില്ല. അവർ ഒന്നിൽ കാറ് അല്ലെങ്കിൽ 2 വീലർ, അതും ഏതാണ്ട് നിർന്നു. കാരണം അതിനും ഉള്ള പെട്രോൾ റിസർവായി തന്നെ ഇരിക്കണമെന്നുള്ള ആ ഒരു ചിന്താഗതി മനുഷ്യനിൽ കടന്നുകൂടി. രണ്ടാമത്, ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഏതാണ്ട് 60% ആൾക്കാർക്കും ജോലി ഇല്ലാതെ. കാരണം ഫുഡ് ഇൻഡസ്ട്രീസ് ആകെ ആശങ്കയിലാണ്. കാരണം അവർക്കും ഗ്യാസിൻ്റെ ദൗർലഭ്യം അവരുടെ തൊഴിലും തന്നെ തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം
നമുക്കറിയുന്നത് ദൈവം നമുക്ക് തന്നൊരു ശിക്ഷയായിട്ട് തന്നെ കാണണം, ഒരു പാഠമായിട്ടും കാണണം. കാരണം മുൻകാലങ്ങളിൽ ഒരു യുദ്ധം എന്നുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കില്ല. നമ്മൾ അഹങ്കരിച്ച് ഏറ്റവും കൊടുമുടിയിലെത്തും. അതുകൊണ്ട് ഇനിയെങ്കിലും വിചാരിക്കുക, ഇതൊരു പാഠമായി കാണുക. നമുക്കറിയാം എത്ര പേരുടെ ജീവിതം നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു. പല പുറം രാജ്യങ്ങളുള്ളവരും ആശങ്കയിലാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ വളരെ ആശങ്കയിലാണ്. നിങ്ങൾക്കറിയാം, അവിടെയുള്ള ആൾമോസ്റ്റ് 90% എയർലൈൻസ് വന്ന് സ്തംഭനാവസ്ഥയിലാണ്. കഷ്ടിച്ചൊരു 25% പോലും അവർക്ക് നടത്താൻ പറ്റത്തില്ല. അങ്ങനെ ഭീമമായ വലിയ ഒരു പിരിച്ചുവിടേണ്ട പക്കത്തിലാണ് എത്തിയിരിക്കുന്നത്. യുദ്ധം ഇങ്ങനെ തുടർന്നാൽ അതേ സംഭവിക്കൂ. ഇപ്പോൾ സർവൈലിംഗ് ടൈമാണ്. നമുക്ക് എങ്ങനെ ഒരു നേരത്തെ ആഹാരം കിട്ടിയാൽ മതിയാകുന്നുള്ള സ്റ്റേജിൽ ഈ യുദ്ധം ഇങ്ങനെ പോയാൽ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങളിൽ കഴിയുന്നതും ഉള്ളതിന് എന്തെങ്കിലും വാഹനങ്ങളുള്ള പെട്രോൾ അത് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഇതിനെല്ലാം നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. അതായത് ഇതൊരു നല്ലൊരു ജീവിത ഒരു 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 സെറ്റിങ്സ് ചെയ്യാനുള്ളൊരു സമയമാണ്. അതിന് കിട്ടിയൊരു സമയമായി മാത്രം കാണുക. നമുക്കറിയാം, ഈ വരുമാനങ്ങൾ ഒത്തിരി കുറഞ്ഞിരിക്കുകയാണ്. ഈവൻ ലോക്കലായില്ലെന്നാലും ആൾക്കാർ അവർക്ക് പണികൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ വലിയ ഒരു 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 ബുദ്ധിമുട്ടിലേക്ക് കടന്നുകൊണ്ട് ഓരോ നിമിഷവും അത് എത്രയും പെട്ടെന്ന് തീരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അഹങ്കരിച്ച മനുഷ്യന് ഈശ്വരൻ കൊടുത്ത ഒരു 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 ടച്ച് ടോസ്റ്റാണ് കരുതുക. അതായത് യുദ്ധം നാം ആഗ്രഹിക്കില്ല, പക്ഷേ യുദ്ധം കൊണ്ട് പലതും പഠിച്ചു. നമുക്ക് പലതും മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഈ വലിച്ചെറിയുന്ന ഫുഡ്, പാവങ്ങൾ ഒരു നേരത്തെ ആഹാരമില്ലാതെ വലയുമ്പോൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന എത്രയോ പേർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരതൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ജീവിതത്തിന് പല മാറ്റങ്ങളും സംഭവിക്കും. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നാം ജീവിക്കാൻ ശ്രമിക്കുക. അഹങ്കരിക്കാതിരിക്കുക. കിട്ടുന്ന എന്താണോ അതിന് എപ്പോഴും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ ആരോഗ്യം നമ്മളോടൊപ്പം ഉണ്ടാകും, നമുക്ക് സാമ്പത്തികം നമ്മളോടൊപ്പം ഉണ്ടാകും. എല്ലാവരും ഇല്ല. ഇതിന് പലതിനും പല മാറ്റങ്ങളുണ്ട്. മനുഷ്യൻ്റെ ദിശ മാറുമ്പോൾ അതനുസരിച്ച് നമ്മളിലും നമ്മുടെ ജീവിതശൈലിയും മാറ്റങ്ങൾ നാം വരുത്തിയിരിക്കണം. അത് കാരണം ഇനിയെങ്കിലും സമാധാനമായി കുടുംബത്തിനോടൊപ്പം കഴിയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ജോലി കഴിഞ്ഞാൽ ബാറിൽ പോയി കള്ളുമടിച്ച് കൂത്താടി വൈകുന്നേരം വീട്ടിലെത്തി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. അതെല്ലാം ഇപ്പോൾ ഏതാണ്ട് കുറഞ്ഞിരിപ്പുണ്ട്. ഇതൊന്ന് തുടർന്നാൽ നന്നായിരിക്കും. നമുക്ക് സമാധാനം കുടുംബത്തിലുണ്ടാകും. അതുകൊണ്ട് കുഞ്ഞുങ്ങളോടും ഭാര്യയോടും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിലെത്താൻ ശ്രമിക്കുക. നിങ്ങൾ അനാവശ്യമായി ഇനിയുള്ള യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക. അത് പല രീതിയിലും നല്ലൊരു കാര്യമാണ്. കാരണം ഏത് സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നാട്ടിലെങ്ങാനും നിങ്ങൾക്ക് കുടുംബമുണ്ടെങ്കിൽ അതൊന്ന് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യുക. വല്ലപ്പോഴും കുഞ്ഞുങ്ങളുമായി അവിടെയും പോയി 2-3 വീക്കെൻഡൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അവിടുത്തെ നാടൻ രീതിയിലുള്ള ഭക്ഷണം പാചകങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകും. ആ സെറ്റിങ്സ് എല്ലാവർക്കും കാണും. അത് ഉപയോഗിക്കുക. ഈ ഫ്ലാറ്റ് ജീവിതവും ഈ നഗര ജീവിതത്തിൽ നിന്ന് ശകലം മാറി നിന്ന് ഒരു മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. കാരണം കാലങ്ങൾ എന്ത് മാറ്റങ്ങളാണ് നമ്മൾ വരുത്താൻ പോകുന്നതെന്നറിയില്ല. അതിന് അനുസരണമായ രീതിയിലുള്ള ഒരു 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 തയ്യാറെടുപ്പിന് ഈ ദിവസങ്ങൾ ഉപയോഗിക്കുക. കാരണം ഇപ്പോൾ ഒരുവിധം നമ്മുടെ അണ്ടർ കൺട്രോളെന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ കൺട്രോളിന് മുകളിൽ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ലഭിക്കില്ല. അപ്പോൾ ഏത് വന്നു കഴിഞ്ഞാലും അതിനെ അഭിമുഖീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. എന്തെങ്കിലും പച്ചക്കറി തോട്ടങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. അത് പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുക. വീട്ടിലുള്ള നാളികേരം ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നോക്കുക, അതിനെ ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ അങ്ങോട്ട് അടുത്തുള്ളവരാണെങ്കിൽ അങ്ങോട്ട് എത്തുക. ഈ ഫ്ലാറ്റ് ജീവിതം എപ്പോഴും ഒരു സുരക്ഷിതമല്ല. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകളെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരുടെ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കുക. വീട്ടിലുള്ള ആഹാരം എല്ലാവരും ചേർന്ന് ഒന്നിച്ച് പാചകം ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. ഫുഡ് ഒരിക്കലും വേസ്റ്റാക്കരുത്. അത് വളരെ ദുഃഖം വരും. നമുക്കതിൻ്റെ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യം ഇതിൽ കൂടുതൽ വർഷ സാഹചര്യം വന്നാലും അതിന് വിസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു പാഠമായിരിക്കട്ടെ ഇപ്പോഴുള്ള ഈ യുദ്ധ സാഹചര്യങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്.
അതുകൊണ്ട് ഒരു രീതിയിൽ ഈ യുദ്ധം തുടങ്ങി വെച്ചവർക്ക് അവർക്ക് നന്ദി പറയാം. കാരണം അവരിലൂടെ ഇവിടെ പല വീടുകളിലും സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സാധിച്ചു. ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവർ സമാധാനമായി വെയിറ്റ് ചെയ്യാനും ആയിക്കഴിഞ്ഞ് ഇത് യുദ്ധം കൊണ്ട് കിട്ടിയ ഒരു പുണ്യമാണെന്ന് കരുതുക. എന്നാൽ യുദ്ധത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ബട്ട് ഈ യുദ്ധം ഒരു ആവശ്യമായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റിയ ഏറ്റവും ഒരു സാഹചര്യമായിരുന്നത്. എല്ലാവരും കാണുക. എല്ലാവർക്കും ഇത് നമുക്കൊരു അനുഭവമാണ്. നമ്മൾ ഇനിയും കൂടുതൽ മോശമായ സാഹചര്യം എത്തിയാലും നമുക്ക് അതെല്ലാം ഒരു സന്തോഷം, അതിനെ അതിജീവിക്കാനുള്ള ഒരു ട്രെയിനിങ് സമയമായി യുദ്ധത്തെ കാണാം. തീരട്ടെ, നമുക്ക് സമാധാനം എപ്പോഴും ഉണ്ടാകട്ടെ. ഇനി ഇവിടെ നമ്മളെടുക്കുന്ന സ്റ്റെപ്പുകൾ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകണം നമുക്ക്. ഇനി യുദ്ധം തീർന്നാൽ വീണ്ടും നമ്മുടെ പഴയതിലേക്ക് പോകരുത്. എപ്പോഴും ഏത് സമയത്തും നമുക്ക് എന്തും സംഭവിക്കാം എന്നുള്ള ധാരണയിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.